നമ്മൾ ഇന്ന് മുതൽ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാൻ പോവാണ്. അതിൻ്റെ എപ്പിസോഡ് 1 ആണ് ഇത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ സ്വന്തം ഫോട്ടോയോ അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത വർക്കോ എനിക്ക് അയച്ചു തരാം. ഇൻസ്റ്റാഗ്രാം വഴി ഷെയർ ചെയ്താൽ മതി. നമ്മൾ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ ഗ്രേഡിംഗ്, അതായത് ഫോട്ടോഷോപ്പിലെ ഫോട്ടോ ഗ്രേഡിങ്ങിൻ്റെ ഡേ 1, ഡേ 2, ഡേ 3 എന്ന് പറഞ്ഞ് ഓരോ ദിവസവും നമ്മൾ തൊട്ട് അങ്ങോട്ട് വീഡിയോ ഇടും. വീഡിയോ ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ ഫോട്ടോസ് വെച്ചിട്ട് നമുക്ക് ഗ്രേഡ് ചെയ്ത് ആ വീഡിയോസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോട്ടോസൊക്കെ അയച്ചു തുടങ്ങിക്കോ. നമ്മൾക്ക് അതിൽ നിന്ന് ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് നമുക്ക് ഗ്രേഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡേ 1 ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു നോർമൽ ഫോട്ടോ. ഇതൊരു ക്യാമറയിൽ എടുത്ത ഫോട്ടോ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടോ എങ്ങനെ ഗ്രേഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇമേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും സബ്ജക്റ്റിന് വേണ്ടത്ര ലൈറ്റിങ് വന്നിട്ടില്ല. ഒരു പക്ഷേ സബ്ജക്റ്റിനെ കുറച്ചുകൂടെ പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാം. ഇത്രയും ഭാഗത്ത് വെയിൽ കിടപ്പുണ്ട്. ഈ ഒരു ഭാഗത്ത് പ്ലേസ് ചെയ്തിട്ട് കുറച്ചൊരു അണ്ടറാക്കി ഒരു ഫോട്ടോ എടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈ സബ്ജക്റ്റിന് നല്ല രീതിയിൽ ലൈറ്റിങ് വീഴുമായിരുന്നു എന്നൊരു സംഭവം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷേ ഇതിവിടെ നിന്ന് എടുത്താണ്, അതുകൊണ്ടാണ് നമുക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ സബ്ജക്റ്റിൻ്റെ പുറത്തുള്ള ലൈറ്റിങ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഷാഡോ നമ്മൾ കട്ട് ചെയ്ത് നോർമലിലോട്ട് ഈ ഫോട്ടോ ആദ്യം ഒന്ന് കൊണ്ടുവരണം. അതാണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ്. അതിനായിട്ട് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക. കൺട്രോൾ ജെ അടിച്ചൊരു കോപ്പി എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിങ് കൂട്ടാനായിട്ട് പല വഴികളുണ്ട്. ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇമേജിൽ പോയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എടുക്കുക. അതിൽ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനൊരു വിൻഡോ വരും. അതിൽ ബ്രൈറ്റ്നസ് നമ്മൾ ശക്കലൊന്ന് കൂട്ടുക. ഇപ്പം നിങ്ങൾ ഈ ഫേസ് മാത്രം നോക്കുക കേട്ടോ. വേണമെങ്കിൽ കുറച്ചൊന്ന് സൂം ചെയ്ത് വെച്ചിട്ട് ഒന്ന് ക്യാൻസൽ ചെയ്യുകയാണേ. നിങ്ങളൊന്ന് സൂം ചെയ്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് ചെയ്ത് നോക്കുക. വീണ്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ഇമേജിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്നു. ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഫേസ് മാത്രം ഇപ്പം നിങ്ങൾ നോക്കുക. ഞങ്ങളുടെ ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യുകയാണ്. ഫേസ് മാത്രം നോക്കിയാൽ മതി. കോൺട്രാസ്റ്റ് ശക്കലൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഡീറ്റെയിൽസ് ഒരുപാട് ഫേസിൽ നിന്ന് പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ കോൺട്രാസ്റ്റ് കട്ട് ചെയ്യാൻ നിൽക്കരുത്. കാരണം കോൺട്രാസ്റ്റ് കട്ട് ചെയ്യും തോറും കുറച്ച് ഡെപ്ത് കുറഞ്ഞു വരും കേട്ടോ. ഈ ബ്ലാക്കിൻ്റെ, അതായത് ബ്ലാക്ക് ഷാഡോ കുറച്ച് നല്ല രീതിയിൽ താന്നു വരും. അതുകൊണ്ട് അത് നോക്കി അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് ഇങ്ങനെയാണ് ഇരുന്നത്. നമ്മൾ കുറച്ചൊന്ന് കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ബ്രൈറ്റ്നസ് ശകലം ഒന്ന് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഓക്കെ പ്രസ് ചെയ്യുന്നു. ഓക്കെ പ്രസ് ചെയ്തിട്ട് നോക്കിയേ, എല്ലായിടത്തും ലൈറ്റ് ഒരുപോലെ സ്പ്രെഡായി വീണിട്ടുണ്ട്. നമുക്കതല്ലാതെ ഇടാനൊക്കെ പറ്റും. അത്രയും വളഞ്ഞ വഴിയൊന്നും പോകണ്ട. സിമ്പിളായിട്ട് നമുക്കിങ്ങനെ മൊത്തത്തിൽ ഇട്ടതിന് ശേഷം ആൾട്ട് ഞെക്കി പിടിച്ചിട്ട് ഇവിടെ താഴെ വന്നാൽ ഈ ലെയറിൻ്റെ ആ ഒരു പാനലിൽ വന്ന് ഇവിടെ മാസ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് മാസ്ക് വീണോളും. എന്നിട്ട് നമ്മൾ ആ ഒരു മാസ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ബ്രഷ് എടുക്കുക. ബ്രഷ് എടുത്ത ശേഷം നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ഭാഗത്ത് വന്ന് ക്ലിക്ക് ചെയ്തിട്ട് സോഫ്റ്റ് റൗണ്ട് ബ്രഷ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് ഫ്ലോ നിങ്ങളൊരു 15 or 20 സെറ്റ് ചെയ്യുക. ഞാനിവിടെ ഒരു 16 സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഫോർഗ്രൗണ്ട് കളർ ഉണ്ടല്ലോ, വൈറ്റ് ആക്കുക. ഇത് താഴെയാണ് ഇപ്പോൾ വൈറ്റ് കിടക്കുന്നത്. അത് തിരിക്കാനായിട്ട് ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താലും മതി. അല്ലെങ്കിൽ നിങ്ങളുടെ കീബോർഡിൽ X പ്രസ് ചെയ്താലും മതി. വൈറ്റ് ആക്കിയതിന് ശേഷം ഈ ഒരു ഫോട്ടോ സൂം ചെയ്ത് വെക്കുക. ആൾട്ട് ഞെക്കി പിടിച്ചിട്ട് സ്ക്രോൾ ചെയ്താൽ മതി സൂം ചെയ്യാൻ കേട്ടോ. എന്നിട്ട് ബ്രഷ് ഒന്ന് ചെറുതാക്കുകയാണ്. ബ്രഷ് നല്ല രീതിയിലൊന്ന് ചെറുതാക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫേസ് മൊത്തം ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാൻ പോവാണ്. നോക്കാം. ഒരു ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ ഈ ഒരു ഫ്ലോ നിങ്ങൾക്ക് ശകലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ചുകൂടി എങ്കിൽ ബ്രഷ് നല്ല രീതിയിൽ വിസിബിൾ ആവും കേട്ടോ. ഓക്കെ, ഫേസ് മാത്രമല്ല നമ്മൾ ബാക്കി ഭാഗവും കൂടി കുറച്ചൊന്ന് ലൈറ്റ് എടുക്കണം. ഈ സൈഡിൽ ഒരുപാട് കൊടുക്കണ്ട കേട്ടോ. കാരണം ഈ സൈഡിൽ ഓൾറെഡി ഇത് കാണും. വെയിൽ ഇവിടെ നിന്ന് വന്ന് വെട്ടം വീണാലും ഈ സൈഡ് ഇത് ഡാർക്ക് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഈ ഒരു സൈഡ് മാത്രം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക. ഓക്കെ, നമ്മൾ ഒരുവിധം ഒന്ന് ഈ സൈഡ് ഒന്ന് വെളുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഈവൻ ലൈറ്റ് കണക്ക് ആയിട്ടുണ്ട്. ഇതൊന്ന് ഓഫ് ചെയ്ത് നോക്കാം. ഈ സൈഡിൽ വന്നിട്ട് കണ്ടോ, ഇങ്ങനെ ഇരുന്നാണ് നമ്മൾ ഇതുപോലെ ലൈറ്റ് കയറ്റിയിട്ടുണ്ട്. എവിടെയെങ്കിലും ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവിടേക്ക് ഒന്ന് കറക്റ്റ് ഒന്ന് അടിച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മനസ്സിലായല്ലോ. സിമ്പിളായിട്ട് നമുക്ക് ഷാഡോ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം. ഇതല്ലാതെ വേറെ വഴിയുണ്ട്. നമ്മളിപ്പം ഇമേജിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ ബ്രൈറ്റ്നസ് ആണ് ചെയ്തത്. അതല്ലാതെ കൺട്രോൾ L പ്രസ് ചെയ്ത് ലെവൽസ് വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ കൺട്രോൾ M അടിച്ചിട്ട് നിങ്ങൾക്ക് കർവ് വെച്ചും ഇതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം കൂടി ഒരൊറ്റ സെക്ഷനായിട്ട് കൺട്രോൾ J അടിക്കുന്നു. എന്നിട്ട് പ്രസ് ചെയ്യുന്നു. ഇതിങ്ങനെയും ചെയ്യാം. അല്ലാതെ വേറൊരു വഴിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങളിവിടെ വിസിബിളായി കിടക്കുന്ന എല്ലാം കണ്ടല്ലോ. ഇനി നമ്മൾ ആൾട്ട് കൺട്രോൾ S
ഈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വിസിബിളായി കിടക്കുന്ന എല്ലാം കൂടി ഒരു ഇമേജ് ആയിട്ട് ഒറ്റ ലെയറായിട്ട് ഇവിടെ സേവ് ആവും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ലെയറിനെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുകയാണ്. എപ്പോഴും നിങ്ങൾ ഈ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയിട്ട് ചെയ്യുക. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും മുമ്പ് ചെയ്ത് ഹിസ്റ്ററിയിൽ നമുക്ക് എടുത്തിട്ട് വീണ്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയാലേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം അപ്ലൈ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് പിന്നെ അത് റിവേഴ്സ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഈ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കി ഇടാൻ മറക്കരുത്. അതിനുശേഷം നമ്മളിവിടെ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് വരാൻ പോകുന്നത്? ഇവിടെ ഫിൽറ്ററിൽ ക്യാമറ റോ ഫിൽറ്റർ, ഫോട്ടോഷോപ്പിൽ കളർ ഗ്രേഡിങ് ചെയ്യുമ്പോൾ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരേ ഒരു സാധനമാണ് ഈ ഒരു ക്യാമറ റോ ഫിൽറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ക്യാമറ റോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമേജ് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഈ സൈഡിലായിട്ട് വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസ് ഇവിടെ ഉണ്ടായിരിക്കും ബേസിക്കിൽ. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യാം. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ശകലം ഒരു പൊടിക്ക് ഒരു ബ്ലൂയിഷ് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, എനിക്കിവിടെ ഒരു ബ്ലൂയിഷ് തോന്നുന്നുണ്ട്. ഓരോരുത്തരെയും വ്യൂ വ്യത്യാസമാണ്. പിന്നെ നിങ്ങളുടെ ഡിസ്പ്ലേയുടെ പ്രത്യേകത വരും കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന ബെൻക്യൂവിൻ്റെ ഡിസ്പ്ലേ ആണ്. ചിലപ്പോൾ നിങ്ങളുടെ ഡിസ്പ്ലേക്ക് അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ചെറിയ ചെറിയ ലൈറ്റിങ്ങിൻ്റെ കളറിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഭാഗത്ത് കുറച്ച് യെല്ലോ ഒന്ന് കൂട്ടുകയാണ് കേട്ടോ. ശക്കലം ഉണ്ടോ, ഒരു പൊടിക്കൊന്നൊരു യെല്ലോയിഷ് ഞാൻ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു പൊടിക്ക് കണ്ടോ, ഒരു പൊടിക്ക് ഞാൻ ഒന്ന് ശകലം ഒന്ന് കൂട്ടുകയാണ്. ഇത്രയും വേണ്ട, ഓക്കെ മതി. എന്നിട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് എക്സ്പോഷർ ഉണ്ട്, കോൺട്രാസ്റ്റ് ഉണ്ട്, ഹൈലൈറ്റ് ഉണ്ട്. നമുക്കിവിടെ ഹൈലൈറ്റ് ഈ ബാക്കിൽ ഇവിടെ ഇത്രയും ഭാഗം നല്ല ഹൈലൈറ്റ് ഉണ്ടല്ലേ, അതൊന്ന് ശകലം ഒന്ന് കട്ട് ചെയ്തേക്കാം ഇപ്പം തന്നെ. ഓക്കെ, ഒരുപാട് കട്ട് ചെയ്ത് വൃത്തികേടാക്കണ്ട. ഓക്കെ, ഒരു പരിധി വരെ മതി. ഓക്കെ, ഞാൻ ഇവിടെ ശകലം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ കളർ മിക്സർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഹ്യൂ ഉണ്ട്. ആദ്യം സാച്ചുറേഷൻ ഉണ്ട്, ലൂമിനൻസ് ഉണ്ട്. അതിൽ ഹ്യൂ എടുത്തിട്ട് നമ്മളിവിടെ ഗ്രീനാണ് ആദ്യം. എൻ്റെ എല്ലാ ഗ്രേഡിങ്ങിലും ഞാൻ ചെയ്യുന്നത് ഗ്രീൻ ഉണ്ടെങ്കിൽ ആ ഗ്രീൻ്റെ കളർ ടോട്ടലി മാറ്റുന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു കളറിനേക്കാളും നമുക്ക് കുറച്ചുകൂടി നല്ല ഒരു ഒലീവ് മോഡലൊരു കളർ പിടിച്ചു നോക്കാം. എല്ലാ വീഡിയോസിലും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമുക്ക് ഈ ഗ്രീൻ ഉണ്ടല്ലോ, ഇതിൽ കാണുന്ന ഈ ഗ്രീൻ പിടിച്ച് ഇങ്ങനെ വലതോട്ട് ഇങ്ങനെ അങ്ങ് നീക്കാം. കണ്ടോ, ഈ ഗ്രീൻ കയറി വരുന്നുണ്ടോ, കളർ വ്യത്യാസമാവുന്നുണ്ടോ, കണ്ടോ. ശക്കല ഒന്നിങ്ങനെ കളർ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതിന് ശേഷം ഈ യെല്ലോ ഉണ്ടല്ലോ, യെല്ലോയും പിടിച്ച് ഗ്രീനിൻ്റെ സൈഡിലോട്ടും, ഇതൊരു ഓറഞ്ച് സൈഡിലോട്ടും, യെല്ലോ കടുത്ത് വരുന്ന സൈഡും ഇത് കുറച്ച് ഗ്രീനായിട്ടും കാണുന്നുണ്ട്. ആ ഗ്രീനിൻ്റെ ഭാഗത്തേക്ക് യെല്ലോ മാറ്റാം. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടല്ലോ, ഞാൻ മാറ്റിയിട്ടുണ്ട്. ശക്കല ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ ഓറഞ്ച് കണ്ടോ, ഫേസിൽ നമുക്ക് കളർ വ്യത്യാസം വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ ഓറഞ്ചിലാണ് മൊത്തം കളി ഇരിക്കുന്നത് കേട്ടോ. ഈ ഓറഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കേ, കണ്ടോ ഫേസിൽ മാറുന്നുണ്ടോ, ഓറഞ്ച് മാറ്റിയപ്പോൾ കണ്ടോ. അപ്പം ഞാൻ ഒരു ഓറഞ്ച് ശക്കല ഒന്ന് കയറ്റി കൊടുക്കുവാണ്. ഇനി സാച്ചുറേഷന് വന്ന ശേഷം ഇവിടെ നമ്മൾ ഗ്രീനാണ് ആദ്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തത്. ഗ്രീനിലെ സാച്ചുറേഷൻ ശക്കല ഒന്ന് കട്ട് ചെയ്യുക. ഒരു പൊടിക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമ്മളൊരു ശക്കല ഒന്ന് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളിവിടെ യെല്ലോയും ശകലവും ഒന്ന് ഞാൻ സാച്ചുറേഷൻ ഒന്ന് കട്ട് ചെയ്യാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ് ആണ്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാൻ. ഞാനൊന്ന് സാമ്പിൾ കാണിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഞാനിവിടെ ഇതും കട്ട് ചെയ്തുകൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഓറഞ്ച് ഫേസിൽ കൂട്ടിയായിരുന്നു, ആ ഓറഞ്ച് കൂടി ശകലം ഒന്ന് സാച്ചുറേഷൻ ഒരു പൊട്ടിക്കേ കുറയ്ക്കുന്നുള്ളൂ, ശകലം കുറച്ചിട്ട്. പിന്നെ ലൂമിനൻസ് നമ്മൾ ഇപ്പുറത്ത് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫേസിൽ കുറച്ച് ലൈറ്റ് കയറാനായിട്ട് ഈ ഓറഞ്ച് പിടിച്ചിങ്ങനെ നീക്കി കഴിഞ്ഞാൽ ഓറഞ്ച് ഫേസിൽ കാണും. സ്കിൻ ടോൺ അത്രയും ഓറഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ കയറി വരുന്ന കാണാം. ഒരുപാട് കൂട്ടണ്ട, ഒരു ലിമിറ്റിട്ട് ചെയ്താൽ മതി. ശകലം ഒന്ന് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കാണാം ഇവിടെ ഗ്രീൻ, നമ്മൾ ഈ ഗ്രീനിൽ വന്നിട്ട് ഇവിടെ കുറച്ച് ഡാർക്ക് ആക്കാം കേട്ടോ. ഗ്രീനിനെ കുറച്ചൊന്ന് ഒരു ഡാർക്കിലോട്ട് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഡാർക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഇവിടെ യെല്ലോ കാണാൻ പറ്റും. യെല്ലോ ഒന്ന് പിടിച്ച് നോക്കുക. ഓക്കെ, ഒരു പരിധി വരെ നല്ല രീതിയിൽ കട്ടായി വരുന്നുണ്ട്. ഒരുപാട് വൃത്തിയിടാവാതെ നോക്കണം കേട്ടോ. ഒരുപാട് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വൃത്തിയിടായി പോകും. അതാവാതെ നോക്കുക. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബേസിക്കിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഷാഡോ ഇനിയും കുറച്ചുകൂടി കിടപ്പുണ്ട്. നമ്മൾ ഇത്രയും കട്ട് ചെയ്ത് ലൈറ്റൊക്കെ ഒന്ന് കുറച്ച് വന്നപ്പോൾ ഷാഡോ കുറച്ചുകൂടി ഒന്ന് കയറി കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഷാഡോ കാണാം. ആ ഷാഡോ ശകലം ഒന്ന് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് പിടിച്ച് മാറ്റിക്കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ വരും. അത് ഒരുപാട് വേണ്ട, ശകലം ഒന്ന്
വെച്ചാൽ മതി. പിന്നീട് വേണമെങ്കിൽ നമുക്കിത് മാസ്ക് ചെയ്ത് ഇത് ഷാഡോയ്ക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അത് നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഒരു ശകലം ഷാഡോ ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫൈൻ. ഇനി നിങ്ങൾ ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാലിബ്രേഷൻ കാണും. ഏത് ഗ്രേഡ് ചെയ്താലും നിങ്ങൾ ഈ കാലിബ്രേഷൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. ചിലപ്പം ആ ഗ്രേഡിങ് വേറൊരു ലെവലിലോട്ട് അത് കൊണ്ടുപോകും. ഇപ്പം നമ്മൾ ഇത്രയും ചെയ്ത് വെച്ചിട്ട് ഇനി ഈ ഹ്യൂ ഉണ്ടല്ലോ, ഈ ഗ്രീൻ പ്രൈമറി എന്ന് ഇരിക്കുന്നതിൽ ഹ്യൂവിൽ വന്നിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് വലതോട്ടാക്കി വയ്ക്കുക. കണ്ടോ കളർ മൊത്തത്തിൽ മാറുന്നുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി നോക്കുക, കളർ മൊത്തത്തിൽ മാറും. അപ്പോൾ ഞാനൊരു വലതോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ബ്ലൂ പ്രൈമറി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി നോക്കുക. ഇത് ഞാൻ ശകലം ഒന്നിങ്ങോട്ട് ബ്ലൂ പ്രൈമറി ശകലം ഇങ്ങോട്ടാക്കിയിട്ട് ശകലം സാച്ചുറേഷൻ ഒന്ന് കൂട്ടുകയാണ് അതിൻ്റെ. അതുപോലെ തന്നെ ഗ്രീൻ പ്രൈമറിയിലും ഒന്ന് ചെയ്തു നോക്കുക. ഒരു ശകലം ഒന്നൊരു പൊട്ടിക്ക്. ഓക്കെ മതി. എന്നിട്ട് റെഡിലും നിങ്ങൾക്ക് എല്ലാം ചെയ്തു നോക്കുക. ഞാൻ പറഞ്ഞില്ലേ ഈ കാലിബ്രേഷനിൽ നിങ്ങളിങ്ങനെ ഫുള്ള് ഇങ്ങനെ ചെയ്തു നോക്കുക. ഏത് കളറാണ് നിങ്ങൾക്ക് ആപ്റ്റായിട്ട് വരുന്നതെന്ന് നോക്കാം കേട്ടോ. ഞാനിവിടെ റെഡ് ശകലം ഒന്ന് കട്ട് ചെയ്യുകയാണ് ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട്. ഓക്കെ ഫൈൻ. ഇത്രയും ചെയ്തു. ഓക്കെ നമ്മൾ ഇത്രയും ചെയ്തു കേട്ടോ. ഇനി നമ്മൾ ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്യാം. അതെ, ഇങ്ങനെ ഇരുന്ന ഫോട്ടോയാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്തു, അതിൽ നമ്മൾ ഈ ഒരു ഫേസ് ഈ ഒരു ഫേസ് മാത്രം ലൈറ്റ് ചെയ്തു, പിന്നെ കളർ ഗ്രേഡ് ചെയ്തു. ഇങ്ങനെ ആക്കി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി നമുക്ക് വേണമെങ്കിൽ വേറൊരു സംഭവം കൂടി ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് വിഗ്നെറ്റ് നമ്മളെല്ലാത്തിലും സാധാരണ കൊടുക്കുന്ന ഒരു സാധനമാണ് ഈ വിഗ്നെറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഇവിടെയും വേണമെങ്കിൽ സിമ്പിളായിട്ട് ആഡ് ചെയ്യാം. അതിനായിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ലെയറിൻ്റെ കോപ്പി ഞാൻ എടുക്കുകയാണ്. Ctrl+J പ്രസ് ചെയ്ത് അതിൻ്റെ ഒരു കോപ്പി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി കോപ്പി എടുത്ത ശേഷം നിങ്ങൾ ഇതിൻ്റെ ലൈറ്റ് ഫുള്ളൊന്ന് കട്ട് ചെയ്യുക. അതിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളിവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള ക്യാമറ റോ ഉണ്ട്. ആ ക്യാമറ റോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയുള്ള ഉപയോഗം ഇതാണ്. നമുക്ക് പിന്നീട് എടുത്തു വെച്ച് ഇതിൻ്റെ കളർ ഗ്രേഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ ബേസിക്സിൽ വന്നിട്ട് എക്സ്പോഷർ ഞാൻ നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്യാണ്. എക്സ്പോഷർ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ വൈറ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്യാണ് കേട്ടോ. വൈറ്റും കട്ട് ചെയ്തു. ബ്ലാക്ക് ശകലം ഒന്നിങ്ങനെ ഇങ്ങോട്ടാക്കുകയാണേ. ഓക്കെ, ഒരു ശകലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് ഓക്കെ കൊടുക്കട്ടെ. ഞാൻ ഇനി ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഓക്കെ കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ച് കണ്ടുകൊള്ളുക. നമ്മൾ ഇതിനൊരു മാസ്ക് കൊടുക്കാൻ പോവാണ്. ഈ ഒരു ലെയർ സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആൾട്ട് ഞെക്കി പിടിച്ചുകൊണ്ട് നമ്മളിവിടെ ഈ മാസ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു ലെയറിൽ ബ്ലാക്ക് മാസ്ക് വീണിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടി ബി പ്രസ് ചെയ്ത് ബ്രഷ് ടൂൾ എടുക്കുന്നു. സോഫ്റ്റ് ടോൺ ബ്രഷ് തന്നെയാണ് അവിടെ കിടക്കുന്നത്. നമ്മൾ ഈ ഒരു ഫ്ലോ ഒരു 25 കൊടുക്കുക. ഒരു 25. ഒപ്പാസിറ്റി വേണമെങ്കിൽ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് ബ്രഷ് ഒന്ന് വലുതാക്കി വെച്ചിട്ട് നമ്മൾ ഈ സൈഡ് മാത്രമാണ് ബ്രഷ് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. എന്നിട്ട് ഞാനിവിടെ ഹൈലൈറ്റ് ആയിട്ട് ബാക്ക് കുറച്ച് ഭാഗം കിടപ്പുണ്ട്. അവിടെയും കൂടി ഒന്ന് പതുക്കെ ഒന്ന് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഫ്ലോ കട്ട് ചെയ്തിട്ടിട്ട് ഒരു 14 ഇട്ടിട്ട് ശകലം ഒന്ന് ഇവിടെ കൂടെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഹൈലൈറ്റ് അങ്ങ് കട്ടായി പോക്കോളും കേട്ടോ. ഇവിടെയുണ്ട് കുറച്ച് ഹൈലൈറ്റ്. ഓക്കെ, ഇനി ഈ ഒരു സബ്ജക്റ്റിൻ്റെ ആളുടെ ഫേസിലോ എവിടെയെങ്കിലും ഒക്കെ ലൈറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇത് കണക്ക് ഒപ്പാസിറ്റി ഒന്ന് കുറച്ചിട്ടിട്ട് നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഒന്ന് വീണ്ടും വേണമെങ്കിൽ ഒന്ന് ലൈറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ ഒരുവിധം ഇങ്ങനെ ഒരു സൈഡൊക്കെ ഇത്തിരി ഡാർക്ക് ആക്കി ഒരു ഫീലിൽ എടുത്തിട്ടുണ്ട്. നമ്മളിത് ഇങ്ങനെ ഇരുന്നാണ് അതിനകത്തൂടെ ഡാർക്കാക്കി ഈ ഒരു ഫീലിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടി ഡെപ്ത് കൂട്ടണം, അല്ലെങ്കിൽ ഇനി നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ചൊരു ബ്ലർ ആക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ടൊരു പരിപാടിയുള്ളൂ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഒറ്റ ലെയർ കോപ്പി എടുക്കാൻ പോവാണ് നമ്മൾ. അതിനായിട്ട് ആൾട്ട് Ctrl+Shift+E പ്രസ് ചെയ്യുക. കണ്ടല്ലോ, അപ്പോൾ ഒരു ലെയർ ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. ബാക്കിയെല്ലാം അവിടെ കിടപ്പുണ്ടേ. Ctrl+L പ്രസ് ചെയ്യുക. അപ്പോൾ ലെവൽസ് വരും. ഈ ലെവൽസ് വെച്ചിട്ട് നമുക്ക് കുറച്ച് പരിപാടി കൂടി ചെയ്യാം. അതായത് ഈ ഒരു ഭാഗം കണ്ടല്ലോ, ഇതൊന്ന് പിടിച്ച് ഇങ്ങോട്ടാക്കി നോക്കിയേ, ഡാർക്ക് ആവുന്ന കാണാം അല്ലേ. അപ്പോൾ അത് ശക്കലം ഒന്ന് ഡാർക്ക് ആക്കിയിട്ട് ഞാൻ ഈ സെൻറ്ററിൽ കിടക്കുന്ന ഈ ഒരു പോയിന്റ് പിടിച്ച് ഇങ്ങനെ ലെഫ്റ്റിലോട്ട് പതുക്കെ കൊണ്ടുവരാണ്. എന്നിട്ട് വീണ്ടും ഇത് ഞാൻ ടൈറ്റ് ചെയ്യുകയാണ് ഇങ്ങനെ. ഓക്കെ, എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ എന്താ വ്യത്യാസം വന്നതെന്ന് നോക്കിക്കോളൂ. കണ്ടോ, ആ ഒരു പുകച്ചിൽ മാറിയിട്ട് കുറച്ചുകൂടി ഫോട്ടോയ്ക്ക് ഡെപ്ത് കൂടിയിട്ടുണ്ട്. കണ്ടല്ലോ.
അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഈ ഫോട്ടോ എങ്ങനെ ഇരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഇങ്ങനെ ഇരുന്ന ഫോട്ടോയാണ് നമ്മൾ ഇതേ ഇങ്ങനെ ആക്കി എടുത്തത്. കണ്ടല്ലോ. ഇനിയും പണിയാനുണ്ട്. കുറച്ചുകൂടി ടൈം നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും നമുക്ക് ഇതിനകത്ത് ഒരുപാട് പണിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് വേറൊരു സംഭവം കൂടി ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് നിങ്ങൾ റെക്ടാങ്കുലർ മാർക്ക് ടൂൾ എടുത്ത് ഇവിടെ ഒരു സ്ക്വയർ വരയ്ക്കുക. എന്നിട്ട് Ctrl+Shift+N പ്രസ് ചെയ്ത് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ പെയിൻറ് ടൂൾ എടുക്കുക. ഇതേവിടെ പെയിൻറ് ബക്കറ്റ് ഉണ്ട്, അതെടുക്കുക. അതെടുത്തിട്ട് നമ്മുടെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മളൊരു സൺലൈറ്റിൻ്റെ കളർ ഏതാ, ഒരു ഓറഞ്ച്, ഇത്തിരി ഡാർക്ക് ഒരു ഓറഞ്ച് കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇതിൽ ഓക്കെ കൊടുത്തിട്ട് കളർ നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം Ctrl+D പ്രസ് ചെയ്തിട്ട് ഇതിനെ നമ്മളൊന്ന് ബ്ലർ ചെയ്യാൻ പോവാണ്. അതിനകത്ത് ഫിൽറ്ററിലോട്ട് പോയിട്ട് ബ്ലറിൽ ഗോഷൻ ബ്ലർ എടുക്കുക. ഗോഷൻ ബ്ലർ എടുത്ത ശേഷം ശകലം ഒന്നിങ്ങനെ കൂട്ടി വെച്ച് കൊടുക്കുക. ഒന്ന് സൈഡ് ഒന്ന് സ്പ്രെഡ് ആവുന്ന രീതിയിൽ കൂട്ടുക കേട്ടോ. ഇനി സ്പ്രെഡ് ആവുന്ന രീതിയിലാക്കിയിട്ട് ഓക്കെ പ്രസ് ചെയ്യാണ്. ഇനി നമ്മൾ ശകലോടി ഇതിനൊന്ന് ആ സ്കിന്നിലോട്ട്, ആളുടെ ഫേസിൻ്റെ സ്കിന്നിലോട്ട് ആ ലൈറ്റ് വീഴുന്ന രീതിയിലൊന്ന് ആക്കിയിട്ട് എൻ്റർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു മോഡിൽ വന്നിട്ട് ഇവിടെ നോർമലിൽ നിന്ന് മാറ്റിയിട്ട് സ്ക്രീൻ ചെയ്യുക. സ്ക്രീൻ ചെയ്തതിന് ശേഷം നിങ്ങളിതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറയ്ക്കുക, നല്ല രീതിയിൽ കുറയ്ക്കാം. എന്നിട്ട് ഫില്ലും ശകലം ഒന്ന് കുറച്ചെടുക്കുക, ഒരു ശകലം. എന്നിട്ട് ഇതിന് ശകലം ഒന്നുകൂടി അലൈൻമെൻറ്റ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് കുറച്ചും കൂടി വേറൊരു ഫീല് കിട്ടും. ഞാൻ കാണിച്ചു തരാം. എന്താ കണ്ടോ, ഇത് പ്ലെയിൻ ആയിരുന്നു. ഇത് കുറച്ചും കൂടി ഒരു ലൈറ്റ് ഇവിടെ നിന്ന് വരുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. അതിൽ വേണമെങ്കിൽ ഫില്ല് കുറച്ചുകൂടെ ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ. ഫില്ല് ശകലൂടെ ഒന്ന് കുറയ്ക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു നോർമൽ ഇവിടെ നിന്നൊരു ലൈറ്റ് വരുന്നൊരു ഫീല് കിട്ടും. നിങ്ങൾക്ക് ഇത് ഓഫ് ചെയ്താലേ മനസ്സിലാവും. ഞാൻ ഓഫ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇത് നമുക്ക് ഓവർലേ ഒരുപാട് ഡൗൺലോഡ് ചെയ്യാൻ ഓൺലൈനിൽ നിന്ന് കിട്ടും കേട്ടോ. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ ഫോട്ടോസോ നിങ്ങൾ എടുത്ത വർക്കോ എന്തായാലും എനിക്ക് അയച്ചു തരാം. ഞാൻ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഞാനത് ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയിൽ ഇടാൻ പോകുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ ഗ്രേഡിങ് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് കണ്ട് എങ്ങനെയൊക്കെയാണ് ഞാൻ ഗ്രേഡ് ചെയ്തതെന്ന് പഠിക്കാൻ പറ്റും. അതിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന മെത്തേഡുകൾ എനിക്ക് വേണമെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. സജഷൻസ് കമൻറ്റിലും പറയാം, എനിക്ക് മെസ്സേജും പറഞ്ഞു തരാം. അത് നമുക്ക് ഓരോ വീഡിയോയിലും നമുക്കും മിസ്റ്റേക്കുകൾ തിരുത്തിയൊക്കെ പോകാം കേട്ടോ. കാരണം എനിക്കും മിസ്റ്റേക്ക് പറ്റാം. ഞാനൊന്നും അല്ല ഈ ഫോട്ടോഷോപ്പ് കണ്ടുപിടിച്ച കേട്ടോ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയും നമുക്കിത് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചത്. എത്ര നേരം ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി മെനക്കെടോ അത്രയും ആ ഫോട്ടോ ബെറ്റർ ആയിക്കൊണ്ടിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇതിനേക്കാളും ഇത് ബെറ്റർ ആക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആഫ്റ്റർ ബിഫോർ ഒന്നുകൂടി ഞാൻ കാണിച്ചു തന്നിട്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ഇമേജ് ഇരുന്നത് ഇങ്ങനെയാണ് ഇരുന്നത്. അതിന് നമ്മൾ ഇതുപോലെ കളർ ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിന്നു കേട്ടോ.